പറഞ്ഞു വെച്ചില്ലെങ്കിലുണ്ടല്ലോ ചേട്ടായുടെ ഉള്ള പേര് ചീത്താവേ. എന്ത് ചെയ്യാനടാ, എല്ലാ ബിസിനസ്സുകാരനും ഉണ്ടാവും ഇങ്ങനെ ഒരു തലയിലെഴുത്ത്. ഭാര്യയുടെ ബന്ധുവിനെ സഹിക്കുക. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തില്ല ഒരു പെണ്ണ് രഞ്ജു. അവളുടെ ഒരു ഫീച്ചർ തയ്യാറാക്കണം. നാളെ രാവിലെ എയർപോർട്ടിൽ പോകണം. സെൻട്രൽ മിനിസ്റ്റർ വരികയല്ലേ. പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. ഞാനും വരാം. ഇതെന്താ സർപ്രൈസ് ആയിട്ട്? നിന്റെ പരിചയത്തിലെങ്ങാനും ഒരു സെർവന്റിനെ കിട്ടുമോ? ഒരു 60-65 വയസ്സൊക്കെ ഉള്ള. ഇനി എന്തായാലും ഏജൻസിന്ന് വേണ്ട. അത് ശരി. അപ്പൊ പുതിയ ആളെയും പറഞ്ഞു കിട്ടൂല്ലേ? നിനക്ക് വട്ട, മുഴുത്ത വട്ട്. വട്ടോ? എടി, ഭർത്താക്കന്മാരുടെ മനസ്സ് കൊരങ്ങന്മാരെ പോലെ അത്രേ. എന്റെ ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കൊമ്പിന്ന് വേറെ കൊമ്പിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. നിന്റെ വാൽ എത്ര കൊല്ലം കുഴലിട്ടാലും നിവരാൻ പോണില്ല. അതെ, എന്റെ ചെറിയമ്മ പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാ. ജോലി കഴിഞ്ഞ് വരുമ്പോ ദുർമുഖം കാണിക്കുക, വീട്ടില് തമാശ പറയാതിരിക്കുക, നമ്മളെ എപ്പോഴും കുറ്റം പറയുക, ഇതൊക്കെ അത്ര അകൽച്ചയുടെ സൂചനകള്. ചെറിയച്ഛൻ അങ്ങനെയായിരുന്നു അത്രേ. എന്നിട്ട് അവസാനം എന്തായി? അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ റാഞ്ചി അങ്ങ് കൊണ്ടുപോയി. നീ പറയാറില്ലേ, രാഹുൽ എത്ര ദൂരെ പോയാലും നിന്നെ വിളിക്കും, തമാശയൊക്കെ പറയും, നിന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുമെന്ന്. ദേ, ഇതൊക്കെ വാങ്ങിച്ചതെന്ന് നിന്നെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിക്കുന്നതെന്ന് രാഹുലിന്റെ നിർബന്ധമല്ലേ? അക്കാര്യത്തിൽ ഞാൻ ലക്കിയ. എന്റെ സന്തോഷം രാഹുലിന്റെ സന്തോഷം.